So the next property of Fourier transform is, if x of omega is the Fourier transform of x of t, then if y of t equal to x of a into t, that is there is a time scaling with a factor a, then if Fourier transform of x of at is equal to y of omega, which is equal to 1 by a x of omega by a. x of t യുടെ x of omega ആണെങ്കിൽ എക്സ് ഓഫ് എ ടി വരുവാണെങ്കിൽ എന്ത് വരും? 1 ബൈ എ എക്സ് ഓഫ് ഒമേഗ ബൈ എ. അതാണ് എന്ത് പറയുന്നത്? സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമുക്ക് നോക്കേണ്ടത്. സോ വൈ ഓഫ് ഒമേഗ, അതായത് എക്സ് ഓഫ് എ ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതിയേക്കാണ് വൈ ഓഫ് ടി ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ജെ ഒമേഗ ടി ഓവർ ദ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. So here it is equal to integral minus infinity to infinity x of a t e raised to minus j omega t dt. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എ ടിക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതെന്ത് പറയുവാണ്? എ ടി ഈസ് ഈക്വൽ ടു ലാംഡ. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, അത് പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ദെൻ ഡി ടി എന്ത് വരും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി ഈ എ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും 1 ബൈ എ ഇൻറ്റു ഡി ലാംഡ, അതായത് ടി ഈക്വൽ ടു ലാംഡ ബൈ എ ഡി ടി ഈക്വൽ ടു ഡി ലാംഡ ബൈ എ, ബിക്കോസ് എ ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ അപ്പോൾ വൈ ഓഫ് ഒമേഗ എനിക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ലാംഡ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. ടിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ലാംഡ ബൈ എ. ഡി ടിക്ക് പകരം ഡി ലാംഡ ബൈ എ. 1 ബൈ എ ഞാൻ പുറത്തോട്ട് എടുക്കുവാണ്. എക്സ് ഓഫ് ലാംഡ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ലാംഡ ബൈ എ ഡി ലാംഡ. അപ്പോൾ നമുക്കറിയാം എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ലാംഡ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? എക്സ് ഓഫ് ഒമേഗ അല്ലേ? ഇവിടെ ഞാനിതിപ്പോൾ എങ്ങനെ കൺസിഡർ ചെയ്യാണ്? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ എ ഇൻറ്റു ലാംഡ. ഓക്കെ, എക്സ് ഓഫ് ലാംഡ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ എ ഇൻറ്റു ലാംഡ ഡി ലാംഡ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1 ബൈ എ എക്സ് ഓഫ് ഒമേഗ ബൈ എ. കാരണം എന്താ? നമ്മൾ നോർമൽ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി, അതാണ് എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ എക്സ് ഓഫ് ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ എ വരുമ്പോൾ അതെന്തായിരിക്കും? എക്സ് ഓഫ് ഒമേഗ ബൈ എ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുക. ഇനി ഇതേ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? എ ഈക്വൽ ടു -1 എന്ന് കൊടുത്താൽ എന്ത് വരും? ഇവിടെ ഒരു നെഗറ്റീവ് വരും, എക്സ് ഓഫ് മൈനസ് ഒമേഗ എന്ന് വരും അല്ലേ? സോ എക്സ് ഓഫ് മൈനസ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. അതായത് എക്സ് ഓഫ് എ ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം അല്ലേ 1 ബൈ എ എക്സ് ഓഫ് ഒമേഗ ബൈ എ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്? എ ഈക്വൽ ടു -1 എന്ന് എടുക്കുമ്പോൾ എക്സ് ഓഫ് മൈനസ് ടി. അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് മൈനസ് ഒമേഗ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കോൺജുഗേറ്റ് ഓഫ് ഒമേഗ. അതിന് കാരണം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗയുടെ എക്സ് ഓഫ് മൈനസ് ഒമേഗ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ മൈനസ് ഒമേഗ വരുമ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ ലാംഡ ടി എന്ന് വരും അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് എക്സ് കോൺജുഗേറ്റ് ഓഫ് ഒമേഗ എന്ന് എഴുതിയേക്കുന്നത്. അതർവൈസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ഒമേഗ. ഇനി ആ കോൺജുഗേറ്റിനകത്ത് പിന്നെ ഒരു മൈനസ് ഒമേഗ കൊടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ എന്ന് വരും. എക്സ് ഓഫ് ഒമേഗയുടെ ഇക്വേഷൻ എഴുതിയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഇത് മനസ്സിലാവും. ദിസ് ഈസ് നോൺ ആസ് ഫോൾഡിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ. അതായത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ജെ ടി ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ഒമേഗ. ശരിക്കും ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നതിൽ ഇത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? മൈനസ് ജെ ടി ഇൻറ്റു എക്സ് ഓഫ് ടി ചെയ്താൽ മതി. അതായത് ഇങ്ങനെ ഒരു ഫൊറിയർ ട്രാൻസ്ഫോം
ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതിൽ നല്ല എന്താണ് എക്സ് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിലൊരു -jt അപ്ലൈ ചെയ്താൽ മതി. അതാണ് അവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രൂഫ് പറയാനായിട്ട് എക്സ് ഓഫ് ഒമേഗ നമുക്കറിയാം ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി റേസ്റ്റ് -jωt dt. അതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം രണ്ട് സൈഡിൽ. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ഒമേഗ ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടി, ഇതിൻ്റെ എക്സ് ഡി ഒമേഗ വിത്ത് റെസ്പെക്ട് ഡി ഒമേഗയാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എക്സ് ഓഫ് ടി കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു -jωt ഇൻറ്റു -jt dt. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -jt എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു -jωt dt. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ എന്തുവാണ്? ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ഈ ഒരു ഫംഗ്ഷൻ്റെ, അതായത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി, ഇതാണ് ഒരു ടേം എക്സ് ഓഫ് ടി ഇ റേസ് ടു -jωt dt. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ അല്ലേ, ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം അല്ലേ ഇത്? അതായത് ഈ ഒരു ടേമിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ഒമേഗ. ഇവിടെ ഇതിനൊരു ടേം എക്സ് ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. എക്സ് ഓഫ് ടി ഇ റേസ് ടു -jωt dt. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം, അതായത് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ഒമേഗ. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഡിഫറൻസിയേഷൻ. അതായത് ഇപ്പം നമ്മൾ എന്താണ് ചെയ്തത്? ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ആണ് ഇതെന്ന് പറഞ്ഞു. ഇനി ഇതിനെ എക്സ് ഓഫ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. അതായത് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എക്സ് ഓഫ് ടി നമുക്കറിയാം 1/2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു jωt ഡി ഒമേഗ. എക്സ് ഓഫ് ടി ആണ് എഴുതിയേക്കുന്നത്, എക്സ് ഓഫ് ഒമേഗ അല്ല. Now differentiate both sides with respect to t. That is d by dt of x of t is equal to 1/2π integral x of omega. With respect to t differentiate ചെയ്യുമ്പോൾ ഇതെല്ലാം x of omega കോൺസ്റ്റന്റ് ആണ്. ഇവിടെ മാത്രം എന്ത് വരും? j omega e raised to j omega t d omega. So which is equal to 1/2π j omega into x of omega e raised to j omega t d omega. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ്റെ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം അല്ലേ? എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ആരെന്ന് പറയുന്നത്? ഇത് അല്ലേ? ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എന്തെന്ന് പറയുന്നത്? ജെ ഒമേഗ എക്സ് ഓഫ് omega. Okay.